നമ്മളൊരു സുഹൃത്ത് സംഗമത്തിൽ പലതും മറക്കും. അഭ്രവാളികളിൽ നോക്കുമ്പോൾ ആ സ്ക്രീനിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജയസൂര്യയാണ്. നരേനെ നമ്മൾ മിസ് ചെയ്തു. ഞങ്ങൾ എപ്പോഴും പറയും, എനിക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ക്ലാസ്മേറ്റ്സ് എന്നാണ് പേര്. ഒരു ദിവസം എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ, രാജു, ഇന്ദ്രൻ, നരൻ, ഞങ്ങൾ 4 പേരേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഈ 4 അതിനകത്ത് കറക്റ്റാണ്. കാരണം അതിനകത്ത് കല്യാണം കഴിച്ചല്ലേ ഞങ്ങള്. അതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അന്ന് 4 കുടുംബം ഡൈവേഴ്സ് ആയി പോകും. പറയാനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് ഭയങ്കര രസമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിനേക്കാൾ അല്ലെങ്കിൽ ഒരു സിനിമാ സൗഹൃദത്തിനേക്കാൾ അപ്പുറത്തുള്ളൊരു എന്തോ ഒരു നല്ലൊരു ബന്ധം അതിനകത്തുണ്ട്. പരസ്പരം ഈഗോയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്ത് കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന. ഈവൻ നരേനെ നമ്മൾ മിസ് ചെയ്യടാ, മിസ് ചെയ്യണടാ, നീ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞു. സത്യം. അയ്യോ, കഴിഞ്ഞ ആഴ്ച KSFDCയിൽ നരേൻ വന്നപ്പോൾ പോലും ഞാൻ പറഞ്ഞു, എന്തോ സംസാരിച്ച 3 മിനിറ്റ് സംസാരിച്ചാൽ അതിൽ നമ്മൾ അറിയാതെ മുരളിയെ കോട്ട് ചെയ്തു. അതാണ് അവൻ വിളിച്ച് പറഞ്ഞു, ഞാനില്ലടാ, നിങ്ങളവിടെ പൊളിക്കല്ലേ. ഞാനിപ്പോഴും അവന് പറയും, നീ ക്ഷയിച്ചില്ലാത്ത പയ്യനാണ്. അവനെന്നെ പോയി. ഭയങ്കര രസമായിരുന്നു ക്ലാസ്മേറ്റ്സ് ആ ഒരു നിമിഷവും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 4 പേരും കൂടി വീണ്ടും ഒരു പടം ചെയ്യണം അതുപോലെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയും. പക്ഷെ അതിൽ നരേനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ സിനിമ.